ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിയാലോ. ഇന്നിതാ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പുറം പോകുന്നതാണ്. കടപ്പുറം എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ ചെറിയ ഹാർബറിലൊന്ന് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ ഇതാ കല്ലട്ടീൻ്റെ ഈ ഭാഗത്തെത്തിയപ്പോൾ അച്ഛനും കുറേ ആൾക്കാരും ഇങ്ങനെ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. എവിടെയാണ് പോകുന്നത്, പിന്നെ മോൾ അവിടെ പോയി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പം മോൾ ഉറങ്ങിയുകൊണ്ട് അവളെ എടുത്തിട്ടില്ല. അപ്പോൾ അവളെ കാണാത്തതുകൊണ്ടാണ് ചോദിച്ചത്. അങ്ങനെ ഇതാ ഞങ്ങളിതാ കടപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പം വരുന്ന സമയത്ത് അതിന് മാത്രം വെയിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു, വെയിലൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ചൂടാണ്. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് സമയം എന്നാൽ പാർക്കിലിരിക്കാം. അങ്ങനെ ഇതാ പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം പാർക്കിലിരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്, പിന്നെ അതുപോലെ തന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേക്ക് വെയിൽ പോകുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു 4-4:30 അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പോലും വെയിലിന് ശക്തി വലിയ കുറവൊന്നുമില്ല. അങ്ങനെ ഒരു 5 മണിയായപ്പോൾ ഞങ്ങളിതാ ഹാർബറിലേക്ക് വരുന്ന വഴിക്ക് തന്നെയാണ് ഈ ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. ബോട്ട് ജെട്ടി എന്ന് പറയുന്നത് എന്താണ്, കുറേ ഫൈബറും അതുപോലെ തന്നെ ബോട്ടും ഒക്കെ ഇങ്ങനെ നിർത്തിയിടുന്ന സ്ഥലമാണ്. ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വല വലിക്കുകയും അതുപോലെ തന്നെ എന്താണ് ബോട്ടുകാരെ പണി കഴിഞ്ഞിട്ട് ആ ബോട്ടും കാര്യങ്ങളെല്ലാം കരക്കടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് ബോട്ടും ഫൈബേഴ്സെല്ലാം ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി. 2 സൈഡിലും ഉണ്ട് ഒരുപാട് ഫൈബറും കാര്യങ്ങളെല്ലാം. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ നേരെ എന്നാൽ ഹാർബറിലേക്ക് വിടാമെന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ ഹാർബറിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഹാർബറിൽ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് അതിന് മാത്രം ദൂരമൊന്നും പോകുന്നില്ല, കുറച്ച് ദൂരം പോകാമെന്ന് വിചാരിച്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ദൂരോട്ടേക്ക് പോകാനുള്ളൊരു ധൈര്യമില്ല. ആരെങ്കിലും എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അനിയത്തിൻ്റെ ഹസ്ബൻഡോ അങ്ങനെ ഉണ്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും കുറച്ച് തിരക്കായതുകൊണ്ട് അവർ വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് പോകുന്നത് അത്ര വലിയ എന്താ പറയുക, കുറച്ച് റിസ്ക് ആയതുകൊണ്ട് പോയില്ല. പിന്നെ ഈ കാണുന്നതാണ് വലിയ ഹാർബർ എന്ന് പറയുന്നത്. വലിയ ഹാർബറിൽ അങ്ങനെ ആരും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു അപകടം പിടിച്ച മേഖല ആയതുകൊണ്ട് അങ്ങനെ ആരും പോകാറില്ല. ഞങ്ങൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം എങ്ങാണ്ടാണ് പോയിട്ടുള്ളൂ. അപ്പോൾ അധികവും വരാറുള്ളത് ഇങ്ങനെ ചെറിയ ഹാർബറിൽ തന്നെയാണ്. ഓണത്തിനും വിഷുവിനൊക്കെ വരാറുള്ളത്, അല്ലാണ്ട് അങ്ങനെ വരാറില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എവിടെ നിന്നൊക്കെയോ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അതെല്ലാം നോക്കി ഇങ്ങനെ ഇരുന്ന്. അങ്ങനെ ഇതാ മോന് ഇവിടുന്ന് കല്ലെടുത്ത് എറിയുന്നെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് സമയം ആയില്ല, ഒരു 1.5 മണിക്കൂർ ഇരുന്ന് അപ്പോൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ച്. തിരിച്ച് പോകുന്ന സമയത്ത് കണ്ടതാണ് ഇത്. എന്തോ ഒരു നീല ബോക്സ് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. അപ്പോൾ അത് എന്തെന്നാണെന്ന് അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തോ ബോട്ടുകാരെ എന്തോ ഒരു സംഭവമായിരിക്കും, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. അങ്ങനെ ഇതാ അപ്പോൾ വരുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് മോൻ പറഞ്ഞ് അമ്മ ഞാനെന്നാൽ കുറച്ച് സമയം കടലിൽ കളിക്കട്ടെ. നീ കടലിൽ കളിക്കാനുള്ള മെയിൻ കാരണം ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇതാ അവൻ ഓടി വന്നിട്ടിതാ ഈ സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ മെയിനായിട്ട് കടലിൽ കളിക്കുന്നത്. ഈ ഞണ്ടിനെ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് അതിനെ ഒഴിവാക്കുക, ഞണ്ടിനെ പിടിക്കുക ഒഴിവാക്കുക, ഇത് തന്നെ അവൻ്റെ പരിപാടി. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ ഞണ്ടിനെ ഒന്ന് അമ്മ എൻ്റെ വീഡിയോയിൽ കാണിക്കണേന്ന്. അങ്ങനെ അതിനെയും കൊണ്ട് വന്നതാണ്. പിന്നെ അധിക സമയം അവിടെ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ കുളം തന്നെ ഉണ്ടാക്കും. അപ്പോൾ അത് കാണാനുള്ള ത്രാണി എനിക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.